പാർലമെന്റിൽ തീപാറിയ പോര്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യം തിരിച്ചടിച്ച രീതി, അതിന് സ്വീകരിച്ച സങ്കേതങ്ങൾ, ഇതെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ രാഷ്ട്രീയമായി കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഏതാണ്ട് ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്ന തന്റെ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനു മുൻപ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അടക്കം പ്രതിപക്ഷത്തിന്റെ നീണ്ട നിര സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അനവധിയാണ്. ഒരു രാജ്യവും പാകിസ്ഥാനെതിരെ നിലപാടെടുത്തില്ല, തീവ്രവാദത്തിനെതിരെ മാത്രമാണ് നിലപാടെടുത്തത് എന്നതടക്കം ധൈര്യമുണ്ടെങ്കിൽ ട്രംപാണ് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തത് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറയണമെന്നതടക്കം പാർലമെന്റിൽ ആവശ്യമായി ഉന്നയിച്ചു. ഒരു ലോക നേതാവും വെടിനിർത്തൽ വേണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന പാർലമെന്റിൽ നരേന്ദ്രമോദിയുടെ മറുപടി. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ, CPM-ൽ നിന്ന് ശ്രീ KS അരുൺകുമാർ, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ഡോക്ടർ ജിൻഡോ ജോൺ കേൾക്കാമോ? കേൾക്കാം. ഡോക്ടർ ജിൻഡോ ജോൺ, ഇതിപ്പോ രാഷ്ട്രീയമായി ഓപ്പറേഷൻ സിന്ദൂറിനും മഹാദേവിനും ശേഷം ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയാം പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തെ. അദ്ദേഹം പ്രസംഗിക്കുന്ന രീതി നമുക്കറിയാവുന്നതാണ്. എന്നിരുന്നാൽ പോലും കടുത്ത ആരോപണങ്ങൾ, ആക്രമണ സ്വഭാവത്തോടെ പാർലമെന്റിൽ കോൺഗ്രസിന്റെ നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ നേരിട്ട് മുന്നോട്ട് വെച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ ദീർഘമായ മറുപടി അങ്ങ് കേട്ടുവല്ലോ. കോൺഗ്രസിനെ ഏറെക്കുറെ മലർത്തി അടിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടോ? അതിന് നേരിട്ട ചോദ്യങ്ങൾക്കല്ലല്ലോ മറുപടി പറഞ്ഞത്. നമ്മൾ മലർത്തിയടിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഗൗരവ് ഗൊഗോയും കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നിരയിൽ നിന്നും ഇന്ത്യ മുന്നണിയുടെ നിരയിൽ നിന്ന് സംസാരിച്ച നേതാക്കന്മാർ ചോദിച്ച വസ്തുതാപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് വസ്തുതകൾ നിരത്തിയുള്ള മറുപടി പറഞ്ഞിരുന്നെങ്കിൽ മലർത്തിയടിച്ചു എന്ന് പറയാം. ഇത് ഉത്തരം പറയുക പോലുമില്ല. 60ഉം 70ഉം മുമ്പത്തെ ചരിത്രം പറഞ്ഞുകൊണ്ട് എത്ര കൊല്ലമായി ഈ അഭ്യാസം നടത്തുന്നു? 11 വർഷമായില്ലേ? ഇനിയെങ്കിലും നെഹ്റുവിനെയും കോൺഗ്രസിനെയും കുറ്റം പറയാതെ ഈ 11 വർഷക്കാലത്തിനിടയിൽ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മറുപടി പറയാനുള്ള രാഷ്ട്രീയ ആർജവമെങ്കിലും നരേന്ദ്രമോദിക്ക് വേണ്ടേ? രാജ്യത്തെ മാധ്യമങ്ങളെ കാണാതിരിക്കുന്നത് ഭയന്നിട്ടാണെന്ന് വിചാരിക്കും. പ്രതിപക്ഷ നിരയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും അക്കമിട്ട് നെറ്റല്ലേ മറുപടി പറയേണ്ടത്? ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന തീവ്രവാദികളാണ് പഹൽഗാമിൽ 26 ഇന്ത്യക്കാരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഈ രാജ്യത്തേക്ക് കടന്നു വരാൻ പറ്റിയത്? അവിടെ അതിർത്തിയിലെ സുരക്ഷ എങ്ങനെ വീഴ്ചയുണ്ടായി? ഈ പഹൽഗാം പ്രദേശത്തുള്ള സുരക്ഷയിൽ എങ്ങനെ വീഴ്ചയുണ്ടായി? സൈന്യത്തിന്റെ അംഗബലം എന്തുകൊണ്ട് കുറഞ്ഞു? ആരാണ് അതിന്റെ ഉത്തരവാദി? ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഉത്തരവാദി ആരാണ്? എല്ലാത്തിന്റെയും നേട്ടങ്ങൾ മാത്രം അവകാശപ്പെടുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ കോൺഗ്രസിന്റെ 60ഉം 70ഉം വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞ് കുറ്റം പറയാൻ നിൽക്കുകയാണ്. ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് പഹൽഗാമിന് തിരിച്ചടിയായിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ നമ്മൾ വിജയിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഓരോ ഘട്ടത്തിലും പറഞ്ഞത്? എങ്കിൽ പിന്നെ എന്തിനാണ് പെട്ടെന്ന് അത് നിർത്തിയത്? പാകിസ്ഥാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ നിർത്തിയത് എന്തുകൊണ്ട്? അത് ട്രംപ് ഇടപെട്ടിട്ടാണോ? 10-26 പ്രാവശ്യമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ താൻ ഇടപെട്ടത് കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതെന്ന്. ഒരു മറുപടി പറയാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ ട്രംപ് പറയുന്ന വിവരക്കേടാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിവരക്കേട്ടവനാണ് ട്രംപ്, അതുകൊണ്ട് വിവരക്കേടാണെന്ന് അഡ്രസ് ചെയ്യണ്ടേ? അതും ചെയ്യുന്നില്ല. അപ്പം 3 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായത്? ആരാണ് അതിന്റെ ഉത്തരവാദി? സൈന്യത്തിന്റെ അംഗബലം കുറഞ്ഞത് എങ്ങനെ? അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന തീവ്രവാദികൾക്ക് യഥേഷ്ടം വന്ന് ഈ രാജ്യത്ത് സഞ്ചരിച്ച് ആയുധങ്ങളുമായി യാത്ര ചെയ്ത് ആളുകളെ വെടിവെച്ച് കൊന്നിട്ട് തിരിച്ചുപോയി 3-4 മാസം ഒളിച്ചിരിക്കാനുള്ള സൗകര്യം കിട്ടിയത് എങ്ങനെയാണ്? ഇനി പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന്റെ തൊട്ട് തലേന്ന് അവരെ കീഴ്പ്പെടുത്തുന്ന ഓപ്പറേഷൻ മഹാദേവ് നടത്തി എന്ന് പറയുന്നു. ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു ഇവന്റ് മാനേജ്മെന്റ് പരിപാടിയാന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും വിചാരിക്കേണ്ട. ഇത് സർക്കാർ കുറെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതല്ലേ? അപ്പം മോദി ഈ ഒരു വിഷയത്തെ നേരിട്ട് കണ്ട് മറുപടി പറഞ്ഞിട്ടില്ല, മലർത്തി അടിക്കുകയല്ല ചെയ്തത്. ഗോദയിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ മോദി തെന്നി വീഴുകയാണ് ചെയ്തത്. പരമ്പരാഗതമായിട്ടുള്ള മോദിയുടെ ശൈലിയിലൂടെ മോദി കുറെ കള്ളങ്ങളും അർദ്ധസത്യങ്ങളും അസത്യങ്ങളും പെരുപ്പിച്ച് കാണിച്ച കുറെ വാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് തെന്നി വീഴുക ചെയ്ത് ഗോദയിൽ തന്നെ തലയടിച്ച് വീണ് തോറ്റിരിക്കുകയാണ് മോദി. ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങിലേക്ക് വരാം. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. എങ്ങനെയാണ് ഇന്റലിജൻസ് വീഴ്ചയുണ്ടായത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് സൈന്യത്തിന്
അവരുടെ പ്രഹരശേഷിയിൽ കുറവുണ്ടായത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് സൈന്യത്തിന് എണ്ണം കുറഞ്ഞത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. നെഹ്റുവിനെ മറന്നിട്ടില്ല. നെഹ്റു പറഞ്ഞ കാര്യങ്ങളിലെ തെറ്റ് ഈ 11 വർഷം കൊണ്ട് തിരുത്തുകയാണ് ചെയ്തത് എന്ന അവകാശവാദങ്ങൾക്കപ്പുറം എല്ലാം ക്ലീഷയാണോ? നോക്കൂ, മലർത്തി അടിക്കപ്പെട്ടതിന് ശേഷവും പുറകിലെ മണ്ണ് തൂത്തു തുടങ്ങിയതിനു ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഭാവിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്സുകാരന്റെ ഗതികേട് നമുക്ക് മനസ്സിലാവും. നെഹ്റുവിനെ പറ്റിയിട്ട് ഈ രാജ്യം നടത്തുക വേണമെന്ന് അവർക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. കാരണം അത്രയും വലിയ ഹിമാലയൻ ബന്ധങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് എന്നേക്കുമായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരാളാണ് നെഹ്റു. ഇന്ത്യയുടെ വലിയൊരു ഭാഗം പാക് ഒക്യുപൈഡ് കശ്മീർ രാജ്യം നെഹ്റുവിന്റെ ഭരണത്തിന് കീഴിലാണ്. ആ സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന് തിരിച്ചെടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് വിശ്വപൗരനാവാനുള്ള വ്യഗ്രതയിൽ വിഷയം UN കൊണ്ടുപോയിട്ട് അവതരിപ്പിക്കുകയും അവിടുന്ന് സ്റ്റേ മേടിക്കുകയും ആ സ്റ്റാറ്റസ് കോ ഇന്ന് വരെ നിലനിർത്തുകയും ചെയ്തതിൽ നെഹ്റുവിന് ഉത്തരവാദിത്വമുണ്ട്. ഇന്ത്യക്ക് വെച്ച് നീട്ടപ്പെട്ട UN-ലെ പെർമനന്റ് സീറ്റ്, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിരാംഗത്വം ഞങ്ങളുടെ മൂത്ത സഹോദരനായിട്ടുള്ള ചൈനയ്ക്ക് കൊടുത്തോളൂ, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞത് നശിപ്പിച്ച് ഇപ്പൊ ചൈന ഇന്ത്യക്കെതിരെ ഓരോ നടപടിയും വീറ്റോ പവറിന്റെ അധികാരം ഉപയോഗിക്കുമ്പോൾ ആ നഷ്ടം സഹിക്കുമ്പോൾ ഓരോ തവണയും നമ്മൾ നെഹ്റുവിനെ ഓർക്കുന്നുണ്ട്. ഓട്ടെ, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് 1971 യുദ്ധത്തിന് ശേഷം ഇന്ത്യ പിടിച്ചെടുത്ത 93,000 പാക് പട്ടാളക്കാരെ വെറുതെ വിടൂ. ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന പാകിസ്ഥാന്റെ 15,000 കിലോമീറ്റർ ഭൂമി വിട്ടുകൊടുത്തു. എന്നാൽ പാകിസ്ഥാൻ പിടിച്ചെടുത്തിട്ടുള്ള ഭൂമിയോ പാകിസ്ഥാൻ പിടിച്ചെടുത്തിട്ടുള്ള സൈനികരെയോ പാക് ഒക്യുപൈഡ് കശ്മീരോ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം പാകിസ്ഥാന്റെ പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി എല്ലാ ഉപാധികളും സംബന്ധിച്ച് ഒരു ഷിംല അഗ്രിമെന്റ് ഒപ്പുവെച്ചപ്പോ അന്നത്തെ പട്ടാള മേധാവിയായിട്ടുള്ള സാം മനേക്ഷ പറഞ്ഞത് ഭൂട്ടോ ക്രിയേറ്റഡ് എ കംപ്ലീറ്റ് ബാങ്കിങ് ഔട്ട് ഓഫ് ഹർ എന്നാണ്. ഇതൊക്കെ ഈ ചരിത്രത്തിലുള്ളതാണ്. നിങ്ങൾ നരേന്ദ്രമോദിയെയും BJP സർക്കാരിന്റെയും പ്രതിരോധ നയത്തിന്റെ കാര്യത്തിൽ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ ഭരണകാലത്തെ പ്രതിരോധ നയം എന്തായിരുന്നു എന്ന് ഈ രാജ്യത്ത് നിരന്തരമായിട്ട് ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് പറയും. അത് പറയുമ്പോൾ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവരുടെ എന്ത് ചോദ്യത്തിന് ഉത്തരം പറയണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇവരുടെ ചോദ്യങ്ങൾ പരിഗണിക്കാൻ തക്കോട്ടുള്ള ഗൗരവത്തിലുള്ളതാണോ? ഇപ്പോഴും ഈ ചർച്ചയിൽ ഇതാ ആ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ള 3 ഭീകരവാദികളെയും ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ മഹാദേവിലൂടെ കൊല്ലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഈ നിമിഷത്തിലും ചർച്ചയിൽ പങ്കെടുക്കുന്ന ജിൻഡോ ജോൺ പറയുന്നത് ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്നാണ് വന്നതെന്നാണ് പറയുന്നത് എന്നാണ്. ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്നാണെന്ന് ഇവർക്ക് ഉറപ്പില്ല. ഇവരുടെ നേതാവായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള ജയറാം രമേശ് ഇന്നലെ ലോക്സഭയിൽ പറഞ്ഞത് ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്ന് വന്നതെന്നാണ് ഉറപ്പ്. അവർ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള തീവ്രവാദികൾ ആയിക്കൂടെ എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇന്ത്യ തന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഭീകരാക്രമണം ഇതെന്ന് നിർലജ്ജമായി സഭയിൽ വന്ന് പറയാൻ ഇവരെ പോലെ എന്താണ് യാതൊരു ഉളുപ്പും കാണിക്കാത്ത ആളുകളോട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ബഹുമാനിച്ചുകൊണ്ട് മറുപടി പറയണം എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. ഇപ്പൊ അദ്ദേഹം ഈ ചർച്ചയിൽ പറഞ്ഞു നോക്കൂ, ഇത് ഇവന്റ് മാനേജ്മെന്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ ഇവന്റ് മാനേജ്മെന്റ് എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂർ അല്ല, ഓപ്പറേഷൻ മഹാദേവ് ഇവന്റ് മാനേജ്മെന്റ് ആണ് എന്ന ആക്ഷേപമാണ് നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചത്. ഡിബേറ്റിന്റെ ദിവസം തന്നെ ഇങ്ങനെ ഒന്നുണ്ടായത് അത്ര വലിയ പ്രാണിതി ഷിൻഡെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവാണല്ലോ. പ്രാണിതി ഷിൻഡെ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ ഒരു തമാശയാണ് എന്നാണ് പറഞ്ഞത്. ഇന്നലെ മാധ്യമം കൂടെ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ ഇസ് എ തമാശ എന്നാണ് പറഞ്ഞത്. എന്ത് ഇന്ത്യയുടെ ധീര ജവാന്മാർ പാകിസ്ഥാനിനുള്ളിലേക്ക് കടന്നു എന്നുകൊണ്ട് പാകിസ്ഥാനിൽ 9 ഭീകര ക്യാമ്പുകൾ തകർക്കുകയും പാകിസ്ഥാൻ സൈന്യവുമായിട്ട് നേരെ ഏറ്റുമുട്ടലിന് വരെ തയ്യാറാവുകയും ചെയ്ത ഈ രാജ്യത്തിന്റെ അഭിമാന സിന്ദൂരമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ ഒരു തമാശയാണ് എന്നാണ് പറഞ്ഞത്. ഇന്ന് കോട്ടയത്ത് നിന്നുള്ള എന്താണ് കേരള കോൺഗ്രസ് MP ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിൽ പറഞ്ഞത് ഇന്ത്യയുടെ 3 റഫേൽ വിമാനങ്ങളും 1 മിഗ് വിമാനവും 1 MI-7 നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഫ്രാൻസിസ് ജോർജിന്റെ ഈ അഭിപ്രായം പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് അംഗം തന്നെ ഇന്ത്യയുടെ ഭാഗത്തുള്ള കാഷ്വാലിറ്റി അംഗീകരിച്ചു എന്ന് പറഞ്ഞ് ഡോൺ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ പത്രങ്ങളിൽ വാർത്ത കൊടുക്കുകയാണ്. അപ്പൊ പാകിസ്ഥാന് വേണ്ടി ഇവർ നടത്തുന്ന സ്റ്റേജ് ഡ്രാമയാണിത്. അവിടെയുള്ള മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് വേണ്ടി ഇന്ത്യയുടെ പ്രതിച്ഛായ ഇടിച്ചു താഴ്ത്താൻ നടത്തുന്ന ഇത്തരം ഗിമ്മിക്കുകളെ ഒന്നും വകവെക്കാൻ ശരിയല്ല. ശേഷം ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഓപ്പറേഷൻ മഹാദേവ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർലമെന്റിന് പുറത്തു നടന്ന എല്ലാ വാഗ്വാദങ്ങൾക്കും എല്ലാ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും പാർലമെന്റ് തന്നെ വേദിയാകുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഈ പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തീരുമാനം, ഇന്ത്യയുടെ പരമോന്നതമായ അധികാരം, പരമാധികാരം ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇന്ത്യയുടെ ഡിപ്ലോമസി, നയതന്ത്രം, നമ്മുടെ യാതൊരു ചേരിയിലും പെടാത്ത തരത്തിലുള്ള നയതന്ത്ര രീതി, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ട്രംപ് നേരിട്ട് ഇതിലൊരു തീരുമാനമെടുത്തതാണ്, നമ്മളത് ശിരസാ വഹിച്ചു എന്ന ആരോപണം ഉന്നയിക്കപ്പെടുകയുണ്ടായി തുടർച്ചയായി. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു ലോക നേതാവും വെടിനിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. JD വാൻസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ശക്തമായ തിരിച്ചടിക്ക് പാകിസ്ഥാൻ ഒരുമ്പെടുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ വെടിയുണ്ടയ്ക്ക് മറുപടി വെടിയുണ്ടയാണ്, അതിനപ്പുറത്തേക്ക് അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് ഇന്ത്യ പറഞ്ഞത്. അവസാനം പാകിസ്ഥാൻ യാചിക്കേണ്ടി വന്നു, വെടിനിർത്തലിന് വേണ്ടി യാചിക്കേണ്ടി വന്നു, അപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളത് പാർലമെന്റിൽ തന്നെ അസന്നിഗ്ധമായ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. എല്ലാ ആരോപണങ്ങൾക്കും മറുപടിയായോ? ഇനി ഒന്നും പറയാനില്ല?
വെടിയുണ്ടയ്ക്ക് വെടിയുണ്ട മറുപടി എന്നല്ല, ഇവിടെ കാശ്മീരിന്റെ വിശേഷാധികാരം എടുത്തു കളഞ്ഞപ്പോ ഏറ്റവും ആധികാരികമായിട്ട് BJP-യുടെ നേതാക്കന്മാർ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കം പറഞ്ഞത് ഇനി കാശ്മീരിൽ ഒരു അക്രമ സംഭവം ഇല്ല, നിങ്ങൾ കാശ്മീരിലേക്ക് നോക്കൂ, അവിടെ 1950-കൾക്ക് ശേഷം സമാധാനം പുലർന്നിരിക്കുന്നത് ഇപ്പോഴാണ്. അത് കാശ്മീരിനെ കീറിമുറിച്ച ഞങ്ങളുടെ തീരുമാനത്തെ എതിർത്തവരെല്ലാം നോക്കൂ കാശ്മീരിലേക്ക് എന്നതാണ്. അങ്ങനെ ഉള്ള പ്രസ്താവനയൊക്കെ നിലനിൽക്കുമ്പോഴാണ് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് 26ഓളം വരുന്ന ടൂറിസ്റ്റുകളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. ഏതായാലും പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികൾ കിലോമീറ്ററുകൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി പട്ടാള ക്യാമ്പിന്റെ സമീപത്ത് വെച്ച് പകൽഗ്രാമിൽ വെച്ചിട്ടാണ് ഈ ടൂറിസ്റ്റുകളെ കൊന്നൊടുക്കിയത്. ഏതായാലും ഈ 3 മാസത്തിനിടയിൽ ഏതെങ്കിലും ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തതായി ഗവൺമെന്റിന് ക്ലെയിം ഇല്ല. ഈ 2-3 ദിവസം യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായപ്പോൾ ഏതെങ്കിലും തീവ്രവാദികളെ, ഈ ഓപ്പറേഷനിൽ ഇടപെട്ട തീവ്രവാദികളെ കൊന്നുകളഞ്ഞതായിട്ടും ഒരു തരത്തിലുള്ള ക്ലെയിമോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പിന്നെ എന്തുകൊണ്ടാണ് 4-ാം ദിവസം യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് പുറകിലേക്ക് പോയത്? പാക് അധീന കാശ്മീരിലെ തീവ്രവാദ ക്യാമ്പുകൾ തകർത്തോ, തീവ്രവാദികളെ കയ്യോടെ പിടികൂടിയോ, തീവ്രവാദികളെ കൊന്നോ, ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ കഴിഞ്ഞോ എന്നതിനെ കുറിച്ച് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ പാർലമെന്റ് സമ്മേളനം നേരത്തെ തീരുമാനിച്ചു, പാർലമെന്റിന്റെ ചർച്ചയ്ക്കുള്ള ടൈമും തീരുമാനിച്ചു. ആ സമയത്താണ് ഇന്നലെ ഓപ്പറേഷൻ മഹാദേവ് സംഭവിച്ചതായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പോ ഈ 4 മാസം ഈ തീവ്രവാദികൾ എവിടെയാണ് ഒളിച്ചിരുന്നത്? ഈ ഓപ്പറേഷൻ മഹാദേവ് പാകിസ്ഥാനിൽ പോയിട്ടല്ലല്ലോ നടത്തിയേ, ഈ കാശ്മീരിൽ തന്നെയല്ലേ നടത്തിയേ. അപ്പോൾ ആ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട 26 ടൂറിസ്റ്റുകളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ആ ഭീകരവാദികൾ, അതിന് നേതൃത്വം കൊടുത്ത ഭീകരവാദികൾ ഈ 3.5 മാസം ഈ ഇന്ത്യയിൽ തന്നെ, കാശ്മീരിൽ തന്നെ ഒളിച്ചിരുന്നു എന്നതാണോ കേന്ദ്ര ഗവൺമെന്റ് അവകാശപ്പെടുന്നത്? ഇന്ന് പാർലമെന്റിൽ ഇത്തരത്തിൽ നിരവധി ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള ചർച്ച വരുമ്പോൾ വൈകാരികമായിട്ട് മറുപടി പറഞ്ഞ് കൃത്യമായിട്ട് ആ ചർച്ചയുടെ അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോകുന്ന അതേ രീതി തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും തുടർന്നിരിക്കുന്നത്. ഇവിടെ ചോദിച്ചു, ട്രംപ് എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെട്ടു? മൂന്നാമതൊരു കക്ഷി ഇടപെടണം എന്നൊരു അഭിപ്രായം ഇന്ത്യക്കില്ലല്ലോ. ഇതുവരെ ഈ 3.5 മാസത്തിനിടയിൽ ട്രംപ് തന്നെ ഒരു 15-20 സ്ഥലത്ത് പറഞ്ഞു, ഞാനാണ് ഈ പ്രശ്നം പരിഹരിച്ചത്, ഞാനാണ് ഈ പ്രശ്നം പറഞ്ഞത്. ഇപ്പൊ ഈ പാർലമെന്റിൽ വലിയ ചർച്ച ഉയർന്നു വന്നപ്പോ മറ്റൊരാൾ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞും ചോദ്യങ്ങളായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഒരു തീവ്രവാദിയെ പോലും അതിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. 26ഓളം ഏറ്റവും സാധാരണക്കാരായ ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയവർ, അവർ രക്ഷപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അവർ തുടർന്നു എന്നുള്ള രൂപത്തിലും വാർത്തകൾ വരികയാണ്. ഇതിനെല്ലാം കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറഞ്ഞേ പറ്റൂ. ഓക്കെ, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഇതായിപ്പോ അഡ്വക്കേറ്റ് കെ അരുൺകുമാർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഓപ്പറേഷൻ മഹാദേവ് നടക്കുന്നത് നമ്മുടെ മണ്ണിൽ തന്നെയാണ്. ഇന്ന് തീവ്രവാദികളെ വധിച്ചു എന്ന് പാർലമെന്റിനെ തന്നെ അറിയിക്കുകയാണ്. അവരുടെ ചിത്രങ്ങളടക്കം വിവരങ്ങളടക്കം പുറത്തുവിടുകയാണ്. അതും ഈ ഹാജി മൂസ ഉൾപ്പെടെയുള്ള ഈ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ ഉൾപ്പെടെയുള്ള 3 പേർ വധിക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിനെ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞതിനെ അങ്ങ് അതിനെ വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തു. പക്ഷെ അതിലുള്ളൊരു ചോദ്യം എന്താ? അഡ്വക്കേറ്റ് കെ അരുൺകുമാർ ചോദിക്കുന്നു, അങ്ങനെയാണ് എങ്കിൽ ഈ ഭീകരർക്ക് ഇത്രയും നാൾ ഇവിടെ തുടരാൻ കഴിഞ്ഞോ? അപ്പോഴും നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പരാജയപ്പെടുകയല്ലേ? ഇനി അഥവാ വീണ്ടും അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇവർ വീണ്ടും പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണോ ചെയ്തത്? അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? 11 വർഷം കൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ മഹാദേവിന് തൊട്ടു മുൻപും ഭീകരർക്ക് സുഖ സുഷുപ്തിയിൽ മരച്ചുവട്ടിൽ കിടന്ന് ധ്യാനിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടോ? നോക്കൂ, നിങ്ങൾ ഇത്തരത്തിലുള്ള വാചാടോപം നടത്തുന്നത് കൊണ്ട് വസ്തുതകൾ ഇല്ലാതാവുന്നില്ല. ഞാനതിന് മറുപടി പറയാം. അതായത് UPA-യുടെ ഗവൺമെന്റിന്റെ 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് 7273 ഭീകരാക്രമണങ്ങളാണെങ്കിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ 11 കൊല്ലം ഭരിച്ചപ്പോൾ ഈ ഭീകരാക്രമണങ്ങൾ 70% കുറയ്ക്കാൻ സാധിച്ചു. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇനി പാകിസ്ഥാനിൽ നിന്ന് എങ്ങനെ ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് വന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 3230 കിലോമീറ്റർ നീളത്തിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. ഏതാണ്ട് 4 സംസ്ഥാനങ്ങളിലായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ അതിർത്തി മുഴുവനായിട്ട് ക്ലോസ്ഡ് സെക്യൂർഡ് ബോർഡേഴ്സ് അല്ല, ഫോറസ്റ്റ് ബോർഡേഴ്സ് ഉണ്ട്. ഈ പല സ്ഥലങ്ങളിലും ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്ന സാഹചര്യങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നുഴഞ്ഞു കയറുന്ന ഭീകരവാദികൾ അതെങ്ങനെ ശരിയാവാ? ഇന്നിപ്പോ പ്രധാനമന്ത്രി പറഞ്ഞത് 11 വർഷം കൊണ്ട് ഭീകരവാദത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിഞ്ഞു എന്നല്ലേ ഏറ്റവും അവസാനവും അദ്ദേഹം പറയുന്നത്? ശ്രീമതി മാധു, എനിക്ക് 2 മിനിറ്റ് നിങ്ങൾ ഇടപെടാതെ സമയം തരൂ. ഞാൻ പറയുന്നത് എന്താണ്? നരേന്ദ്രമോദി പറഞ്ഞത് കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഓരോ ദിവസത്തിലും രാജ്യത്തെ ഭീകരസ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ എല്ലാ മഹാനഗരങ്ങളുടെയും പേരിൽ ഓരോ ഭീകരസ്ഫോടനം ഉണ്ട്. എന്നാൽ 2014 ശേഷം അങ്ങനെയുള്ള സാധാരണ സിവിലിയന്മാർ കൊല്ലപ്പെടുന്ന ഒരു ഭീകരസ്ഫോടനം പോലും ഇല്ലാതാക്കാൻ സാധിച്ചു. എന്നാൽ പഹൽഗാമിൽ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു. എന്നാൽ എന്താണ് അവിടെ നടപടി ഉണ്ടായിട്ടുള്ളത്? ഓപ്പറേഷൻ മഹാദേവിനെ പറ്റിയിട്ട് അമിത്ഷാ നടത്തിയിട്ടുള്ള, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാവില്ല. അദ്ദേഹം
പറയുന്നു ഓപ്പറേഷൻ മഹാദേവ് ഒരു ദിവസം നീണ്ട ഓപ്പറേഷൻ അല്ല, 14 ദിവസമാണ്. 14 ദിവസം തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇതൊക്കെ ശരി. അപ്പൊ ഈ 14 ദിവസം എന്നുള്ളത് തന്നെ എടുക്കട്ടെ. പക്ഷെ അപ്പോഴും അല്ല, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, അങ്ങ് ഇത്ര പ്രകോപിതനാവരുത്. സാധാരണഗതിയിൽ അങ്ങേക്ക് വരേണ്ട സമയത്തല്ല ഞാൻ വന്നത്. ഞാൻ ജിൻഡോ ജോണിലേക്കായിരുന്നു പോകേണ്ടിരുന്നത്. രണ്ടുപേരും അങ്ങേക്ക് അധിക സമയമാണ് തന്നത്. അത് ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി തന്നെയാണ്. അങ്ങ് അത്ര പ്രക്ഷുബ്ധനാവുകയാണെങ്കിൽ എനിക്ക് അങ്ങയിലേക്ക് വരേണ്ടതില്ലായിരുന്നു. അങ്ങേക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് എനിക്കില്ല എങ്കിൽ അതുകൊണ്ട് അങ്ങ് ഒന്ന് ക്ഷമിക്കൂ. ഞാൻ നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ സമയം തരുന്നത് നിങ്ങൾ എനിക്ക് തരുന്ന ഔദാര്യമല്ല, അതെന്റെ അവകാശമാണ്. അത് ഔദാര്യമല്ല. പക്ഷേ ഒരാൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞതിന് ശേഷം മറ്റൊരാൾ ചോദിച്ചതിനും അങ്ങയിലേക്ക് തന്നെയാണ് ഞാൻ വന്നത്. നമുക്ക് വളരെ കുറച്ച് സമയമാണുള്ളത്. ഓപ്പറേഷൻ മഹാദേവിനെ പറ്റിയിട്ട് എനിക്ക് കിട്ടുന്ന സമയത്തിൽ ഞാൻ പറയാം. മെയ് 22 മുതൽ ആരംഭിക്കുന്നതാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന് അമിത്ഷാ പറയുന്നുണ്ട്. എന്തായിരുന്നു ഇതിന്റെ സാഹചര്യം? ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് ഈ പറയുന്ന ഭീകരന്മാർ ബൈസൺ വാലിയിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് നാഷണൽ ഫോറസ്റ്റ് ആണ്, എന്താണ്, പ്രൊട്ടക്റ്റഡ് റിസർവ് ആണ് അവിടെ ഉള്ളത്, ഇവിടേക്ക് കടന്നു കളയുന്നു. ഈ ഭീകരന്മാരെ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അന്ന് മുതൽ നമ്മൾ നടത്തുന്നതാണ്. എന്നാൽ ഇവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ സമയത്ത് പ്രതിപക്ഷം പറയുന്ന ആരോപണം എന്താണ്? ഭീകരവാദികൾ പാകിസ്ഥാനിലേക്ക് കടന്നു കളഞ്ഞിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും സൈനിക വിഭാഗങ്ങളും ഇവർ പാകിസ്ഥാനിലേക്ക് കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ഈ 3230 കിലോമീറ്റർ ബോർഡറിലും കോൺസ്റ്റന്റ് വിജിലൻസ് നിലനിർത്തുന്നു. ഇവരൊരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. അവസാനം ഇന്റലിജൻസ് ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ദൈക്ഷണ്യമുണ്ട് എന്നുള്ള വിവരം നമുക്ക് മെയ് 22 കിട്ടുന്നു. അവിടേക്ക് നമ്മുടെ 3 സ്പെഷ്യലിസ്റ്റ് ടീമുകൾ, പാരാമിലിറ്ററി ടീമുകൾ പോകുന്നു. ഈ ഭീകരവാദികളോട് ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ ഉണ്ടാവുന്നു. ഇവർ കൊല്ലപ്പെടുന്നു. ഇവിടെ ഈ പറയുന്ന പഹൽഗാമിൽ ആ ആക്രമണ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവരെ തിരിച്ചറിയിക്കുന്നു. ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ AK-47 ആയിക്കോട്ടെ, MI9 ആയിക്കോട്ടെ, ഇതിന്റെ കാർബൈനുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നു. പഹൽഗാമിൽ നിന്ന് കിട്ടിയിട്ടുള്ള സമാനമായിട്ടുള്ള കാലിബറിലുള്ള വെടിയുണ്ടകളും സമാനമായിട്ടുള്ള കാലിബറിലുള്ള വെപ്പണും തിരിച്ചറിയുന്നു. അപ്പൊ 2 ആക്രമണത്തിന് ഉപയോഗിക്കപ്പെട്ടത് ഒരേ ആയുധങ്ങളാണെന്ന് സ്ഥിരീകരിക്കുന്നു. ഈ ഭീകരവാദികളുടെ DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നു. ഈ ഭീകരവാദികളെ തിരിച്ചറിയുന്നു. അതിലൊരാള് ഈ പറയുന്ന സുലൈമാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ ആർമിയിലെ മുൻ എന്താണ് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളായിരുന്നു. പിന്നെ ലഷ്കർ ഇ തോയ്ബയിലെ A ഗ്രൂപ്പ് കമാൻഡറാണ് തിരിച്ചറിയുന്നു. മറ്റൊരാൾ താലിബാനിലുള്ള ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലുള്ള ലഷ്കർ ഇ തോയ്ബയുടെ A ഗ്രൂപ്പ് കമാൻഡറാണെന്ന് തിരിച്ചറിയുന്നു. ഈ ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്ന് വന്നവർ തന്നെയാണ്, അവർക്ക് കശ്മീരി വേരുകൾ ഇല്ലെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. ഇങ്ങനെ വളരെ ദീർഘമായിട്ടുള്ള, വളരെ നിതാന്ത ജാഗ്രതയോ പുലർത്തിയിട്ടുള്ള ഇവർ പാകിസ്ഥാനിലേക്ക് കടന്നു പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇവരെ ഒരു സ്ഥലത്തേക്ക് ഐസൊലേറ്റ് ചെയ്യാനും അവിടേക്ക് സൈനിക സംവിധാനങ്ങളെ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ ന്യൂട്രലൈസ് ചെയ്യാനും നടത്തിയിട്ടുള്ള ശ്രമം അത് ഈ രാജ്യത്തിന്റെ അഭിമാനകരമായ 2008 മുംബൈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ തന്നെ ഈ ഭീകരർ തുടർന്നു. നമ്മൾ അവരെ പുറത്തേക്ക് വിടാതെ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു പോകാൻ ഉള്ള സാഹചര്യം ഒരുക്കാതെ ഇവിടെ തന്നെ തടഞ്ഞു വെച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങയുടെ മറുപടി. ശരി ഡോക്ടർ ജിൻഡോ ജോൺ, ഇന്നിപ്പോ പക്ഷേ ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണം അതിന് നൽകിയ മറുപടികൾ എന്നതിനപ്പുറത്ത് കോൺഗ്രസിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ നിലപാടുകളെ അപ്പാടെ, അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ചരിത്രം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് പോവുക എന്ന് പറയുന്നത് രണ്ടുപേരുടെയും തന്ത്രത്തിന്റെ ഭാഗവും കൂടിയാണ് എന്ന നിലയ്ക്ക് അത് അവിടെ നിൽക്കട്ടെ. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കോൺഗ്രസ് എടുത്ത നിലപാടുകളെ ഏതൊക്കെ ഭാഷ ഉപയോഗിച്ച് വിമർശിക്കാമോ, എത്രമേൽ അധിക്ഷേപിച്ച് സംസാരിക്കാമോ ആ നിലയ്ക്ക് തള്ളിക്കളയുന്നുണ്ട് പ്രധാനമന്ത്രി. അതായത് പാകിസ്ഥാൻ പറയുന്നത് എന്താണോ അതാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചത്. സൈന്യത്തെയാണ് വിശ്വാസത്തിലെടുക്കാത്തത്. പാകിസ്ഥാൻ എന്തു പറയുന്നു, അവരുടെ എന്ത് തന്ത്രമാണോ ഉള്ളത് അതാണ് മുഴുവനും പ്രചരിപ്പിച്ചത്. ലോകത്തിന്റെ മുഴുവൻ പിന്തുണ കിട്ടി, കോൺഗ്രസിന്റേത് കിട്ടിയില്ല. ഇപ്പോൾ അഭിനന്ദൻ വർദ്ധമാൻ അവിടെ പോയി കുടുങ്ങുന്ന സമയത്ത് മോദി കുടുങ്ങിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അഭിനന്ദൻ തിരിച്ചു വന്നു, പഞ്ചാബിൽ നിന്ന് പോയ സൈനികൻ തിരിച്ചു വന്നു. ഇതൊക്കെ രാജ്യത്തിന്റെ നേട്ടമാണെന്ന് നിങ്ങൾ അംഗീകരിക്കാത്തപ്പോൾ നിങ്ങളെ നോക്കി രാജ്യം മുഴുവൻ ചിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അല്ല, വിവരമില്ലാത്തവർക്ക് എന്തും പറയാമല്ലോ. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ പാകിസ്ഥാനെ രണ്ടാക്കി വിഭജിക്കാനായിട്ട് യുദ്ധം നടത്തി വിജയിച്ച നേതാവിന്റെ പേര് ഇന്ദിരാഗാന്ധി എന്നാ. ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സുകാരിയായിരുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഈ RSSകാർ നാഗ്പൂരിൽ എഴുതുന്ന ചരിത്രം മാത്രം മോദിക്ക് വായിച്ച് ശീലമുള്ളൂ. അല്ലാതെ നിഷ്പക്ഷ ചരിത്രം വായിച്ച് പഠിച്ചാൽ കുറെ കൂടി ചരിത്രബോധം കിട്ടിയേനെ. ഇപ്പൊ മോദിയുടെ വാക്കുകളെ കുറിച്ചിട്ടൊന്നും വിലയിരുത്താൻ ഞാൻ ആളല്ല. കാരണം എത്രത്തോളം മോശമായ വാക്ക് ഉപയോഗിക്കാമോ എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തി പ്രതിപക്ഷ ിരിക്കുന്ന ആളുകളെ ആക്ഷേപിക്കാനല്ലാതെ വസ്തുതാപരമായിട്ട് മറുപടി പറയാൻ മോദി ഒരിക്കലും ശേഷി കാണിച്ചിട്ടില്ല. ഇനി ഇവിടെ ശങ്കുട്ടിദാസ് പറയുന്നുണ്ടായിരുന്നു, നെഹ്റു അത് ചെയ്തു, ഇന്ദിര അങ്ങനെ ചെയ്തു, പാകിസ്ഥാൻ പിടിച്ചെടുക്കാമായിരുന്നു, പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കാമായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടാൽ തോന്നും ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു ആണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ അടിവെച്ച് മുന്നോട്ട് കയറുകയല്ലായിരുന്നോ? നമ്മുടെ ഓരോ വെടിക്കും പാകിസ്ഥാൻ വിറക്കിയല്ലായിരുന്നോ? പിന്നെ എന്തിനാ നിങ്ങൾ നിർത്തിയത്? ആ പാകിസ്ഥാനെ വിറപ്പിച്ചുകൊണ്ട് തന്നെ പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കാമായിരുന്നല്ലോ. ആ പിടിച്ചെടുക്കാതെ
എന്തിനാണ് ഇന്ത്യൻ സൈന്യത്തെ നിങ്ങൾ തിരിച്ചു വിളിച്ചത്? അതിന് മറുപടി പറയണ്ടേ? അപ്പോ പണ്ട് നെഹ്റു ചെയ്ത തെറ്റാണെങ്കിൽ ഇന്ന് അതേ തെറ്റ് മോദി ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ തോന്നിവാസം പറയുന്നതിന് ഒരു പരിധി വേണ്ടേ? ഇനി രണ്ടാമത്തെ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന്. എന്ത് പരിഹരിക്കപ്പെട്ടു? ഒരു കാര്യം ചോദിക്കട്ടെ മാധു, ഇവര് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പഹൽഗാമിൽ ആക്രമണം നടന്നപ്പോൾ ഏപ്രിൽ 22-ാം തീയതി പറഞ്ഞത് 5 ഭീകരർ നേരിട്ട് പങ്കെടുത്തു, 2 പ്രാദേശികമായിട്ടുള്ള ആളുകൾ അതിനെ സഹായിച്ചു എന്ന. അപ്പൊ മൊത്തം 5 2 7 പ്രതികൾ ഉണ്ടാകണം. പലരുടെയും 4 പേരുടെയും 5 പേരുടെയും ഒക്കെ രേഖാചിത്രം പുറത്തുവിട്ടു. ഇപ്പൊ ശങ്കുട്ടി ദാസും കേന്ദ്ര മന്ത്രിസഭയൊക്കെ പറയുന്നത് 3 പേരെ വെടിവെച്ചു വന്നു, അതോടെ പ്രശ്നം പരിഹരിച്ചു എന്ന്. ഇപ്പൊ ബാക്കി 2 പേര് ഇവിടെ പോയി, അന്ന് ഈ രാജ്യത്തോട് മുഴുവൻ പറഞ്ഞത് എന്താ? ജീവനോടെ പിടിക്കണം, അങ്ങനെയാണ് ഇവർ വന്നതെന്ന് അറിയണം എന്നൊക്കെയാ. ഇപ്പൊ ജീവനോടെ പിടിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് ജീവനോടെ പിടിക്കണ്ടേ? അപ്പൊ പിന്നെ എന്തിനാ വെടിവെച്ച് കൊന്നു കളഞ്ഞത്? അപ്പൊ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ എന്തോ രഹസ്യമായിട്ട് പ്രവർത്തനം നടത്തി ഇവരെ കൊന്നു കളഞ്ഞു. അപ്പൊ പിന്നെ ആരോട് ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. ജീവനോടെ പിടിക്കണം എന്ന് പറഞ്ഞ് ഇത്രയും കാലം കാത്തിരുന്നിട്ട് വെടിവെച്ച് കൊന്നു കളഞ്ഞു എന്ന് ഇപ്പൊ പറയാ. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങൾ വലിയ ആക്ഷേപം പറയുന്നത് കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല എന്ന്. കോൺഗ്രസ് ഈ രാജ്യത്ത് ഇന്ത്യൻ പട്ടാളത്തോടൊപ്പം നിന്നു, പട്ടാളത്തിന്റെ എല്ലാ തീരുമാനത്തോടൊപ്പം നിന്നു, രാജ്യത്തിന്റെ സർക്കാരിനും ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കാരണം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ നമ്മളെ അറ്റാക്ക് ചെയ്തപ്പോൾ കോൺഗ്രസ് ഈ രാജ്യത്തോടും പട്ടാളക്കാരോടും ഒപ്പം നിന്നു. ഓക്കെ, ഈ സോഫിയ ഖുറേഷിയെ ആക്ഷേപിച്ച ആ വിജയ് കൊൻവർഷ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ മന്ത്രിയെ ഇപ്പോഴും നിങ്ങൾ മന്ത്രിയായിട്ട് ചുമക്കുന്നില്ലേ? നാണമുണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ ഒന്ന് രാജിവെപ്പിച്ച് പുറത്തേക്ക് വിടണം. അടുത്തത് നിങ്ങൾ പറയുന്നത് 11 വർഷം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടെന്ന് മോദി പറയുന്ന ഭീകരവാദം. ഇവിടെ ശങ്കുട്ടി ദാസ് പറയുന്നു അതിൽ 70% കുറച്ചു എന്ന്. നിങ്ങൾക്ക് തന്നെ ഒരു യോജിപ്പില്ലേ? മോദി പറയുന്നു ഫുൾ സ്റ്റോപ്പ് ഇട്ടെന്ന്, ശങ്കുട്ടി ദാസ് പറയുന്നു 70% കുറച്ചു എന്ന്. ഏതായി പറയുന്നത്? കാശ്മീരിനെ 2ആക്കിയപ്പോൾ ഭീകരവാദം നിങ്ങൾ തീർത്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു നോട്ട് നിരോധിച്ചപ്പോൾ ഈ രാജ്യത്തെ ഭീകരവാദം നിങ്ങൾ നിർത്തി. ഇപ്പൊ പിന്നെ ഇതേത് ഭീകരവാദ? ഇങ്ങനെ പലതരത്തിൽ പല സമയത്ത് ഭീകരവാദം വരുന്നുണ്ടോ? ഇനി ശങ്കുട്ടി ദാസിന്റെ വാദം ഞാനിങ്ങനെ എടുക്കുക. UPA സർക്കാർ ഭരിക്കുമ്പോൾ 7000-ത്തിലധികം ഭീകരവാദ ആക്രമണങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന കണക്ക് ഞാൻ തന്നെ എടുക്കുക, എനിക്കറിയില്ല, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കാം. ഒരു ശരിയെങ്കിൽ നിങ്ങൾ പറയുമല്ലോ. അപ്പൊ ഈ ഇതിൽ 70% കുറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മക്ക മസ്ജിദ് സ്ഫോടനം, മലേഗാവ് അക്രമം, ഇങ്ങനെ ആസൂത്രിതമായിട്ടുള്ള അക്രമങ്ങൾ നടത്തിയ RSSന്റെ സംഘപരിവാറിന്റെ ആ സ്വാതി പ്രാഞ്ചയും അങ്ങനെ കുറെ സന്യസ്തരും മറ്റവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെയാണ് ഈ അക്രമം നടത്തിയത്. അവരിപ്പോ പരിപാടി നിർത്തി കേന്ദ്ര മന്ത്രിസഭയിലും കേന്ദ്ര മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുക്കുന്ന MP-മാരായിട്ട് പാർലമെന്റിൽ ഇരിക്കുക. അപ്പൊ ഇപ്പൊ അക്രമം കുറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെയാ. അന്ന് അക്രമം നടത്തിയ ആളുകൾ നിങ്ങൾ തന്നെയാ. ഇപ്പൊ നിങ്ങൾ അക്രമം നിർത്തി നിങ്ങൾ ഭരണത്തിന് നേതൃത്വം നൽകുന്നു, അത്രേ വ്യത്യാസമുള്ളൂ. നിങ്ങൾ ഈ പഹൽഗാം അക്രമത്തിന് കാരണമായിട്ടുള്ള സെക്യൂരിറ്റി വീഴ്ചയുടെ ഉത്തരവാദി ആരാണെന്ന് പറയും ശംഖു. അത് പറയണ്ടേ? അവിടെ എന്തുകൊണ്ട് സൈന്യത്തിന്റെ അംഗബലം കുറഞ്ഞു? ശരി ഡോക്ടർ ജിൻഡോ ജോൺ, ഞാൻ വരാം. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, ആ ദിവസം മുതൽ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും ചോദിച്ച ഒരു കാര്യമാണ്, 4 ദിവസമായി ആക്രമണം നടന്ന സ്ഥലത്ത് ഈ ഭീകരർ ഉണ്ടായിരുന്നു. അതിന് ദൃക്സാക്ഷികളടക്കം വിവരങ്ങൾ നൽകുകയുണ്ടായി, പിന്നീട് ഇവിടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന സമയത്ത്. പക്ഷേ എങ്ങനെ അവർക്ക് അവിടെ എത്താൻ സാധിച്ചു? എങ്ങനെയാണ് ഈ ഭീകരാക്രമണം നടത്തിയ ആളുകൾക്ക് അവിടെ ആയുധം അടക്കം കൊണ്ടുവന്ന് നിൽക്കാൻ സാധിച്ചത്? എങ്ങനെയാണ് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് വരാൻ കഴിഞ്ഞത്? നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് അത് കാണാനും അത് പരിശോധിക്കാനും കഴിഞ്ഞില്ലേ? ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മിണ്ടാട്ടമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന് കുറെ ചരിത്രം, കുറെ ഈ രാഷ്ട്രീയ അതിപ്രസരം, ഇതൊക്കെ മതിയോ അതിന് മറുപടിയാകാൻ? ഇവിടെ BJPയുടെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറയുന്നത് നമ്മളെല്ലാം കേട്ടല്ലോ. ഇന്റലിജൻസ് വീഴ്ചയെക്കുറിച്ചോ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചോ ഒന്നും പറയാതെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വന്ന മുഴുവൻ തീവ്രവാദികളും ആയുധമായിട്ട് ഇത്രയും കിലോമീറ്റർ കടന്ന് പാകിസ്ഥാനിലേക്ക് വന്നു. ഒരാളും പരിശോധനയില്ല, ആരാളും കണ്ടെത്തുന്നില്ല. അവർ 3-4 ദിവസം ഈ പഹൽഗ്രാമിലും പരിസര പ്രദേശത്തുമെല്ലാം ചുറ്റിക്കറങ്ങി നടന്ന് ഏറ്റവും സാധാരണക്കാരായ 26 ടൂറിസ്റ്റുകളെ കൊന്നൊടുക്കി. അതിനുശേഷം 3.5 മാസത്തോളം ഈ രാജ്യത്ത് തന്നെ തുടരുന്നു. ഈ രാജ്യം വിട്ടു പോകാതെ ഞങ്ങൾ ശ്രമിച്ചു. 3.5 മാസം കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ 3 പേരെ കൊന്നു എന്നാ പറയുന്നത്. ഈ കഥയും തിരക്കഥയൊക്കെ ആര് വിശ്വസിക്കാൻ? ഇതൊക്കെ ചോദിക്കുമ്പോ നിങ്ങളെല്ലാം രാജ്യദ്രോഹികൾ, ഞങ്ങൾ മാത്രം രാജ്യസ്നേഹികൾ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ നിലവാരമുണ്ടല്ലോ, ഇത് ജനങ്ങൾ ശരിക്കും അളക്കും. ഈ രാജ്യം ഭരിക്കുന്ന നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായി നിങ്ങൾ മറുപടി പറയണം. പാർലമെന്റിൽ MP-മാർ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രിയും മന്ത്രിമാരും അടക്കം കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം നിങ്ങളാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്രയോ ചോദ്യങ്ങൾ ഇതിന്റെ ഇടയിൽ ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ യുദ്ധ സമാനമായ അന്തരീക്ഷം 4-ാം ദിവസം സ്റ്റോപ്പ് ചെയ്തത്? ഏതെങ്കിലും തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തോ? ഏതെങ്കിലും തീവ്രവാദിയെ കൊന്നോ? പാക് അധീന കാശ്മീരിൽ ഏതെങ്കിലും തീവ്രവാദ ക്യാമ്പ് എത്രണ്ണം നശിപ്പിച്ചു? എന്താണ് പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ ഇത് സ്റ്റോപ്പ് ചെയ്തത്? ആ കാരണം പറയണമെന്ന് പറയുമ്പോ 3.5 മാസത്തോളം ഒന്നും പറയാതെ ഇന്ന് വന്ന് പറഞ്ഞു മറ്റാരും ഇടപെട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്ത്?
പിന്നെ ഈ 3.5 മാസം എങ്ങനെ ഈ തീവ്രവാദികൾ ആയുധവും പിടിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞുകൂടി? ഇവിടെ ചോദിച്ചല്ലോ, ഇപ്പൊ 3 പേരല്ലേ കൊല്ലപ്പെട്ടതായി പറയുന്നത്, എന്നാൽ ബാക്കിയുള്ളവരെവിടെ? ഇവരെ കയ്യോടെ പിടികൂടിയാലല്ലേ ആരാണ് ഗൂഢാലോചന നടത്തിയത്, ആരാണ് ഇവരെ ഇങ്ങോട്ട് വിട്ടത്, എന്താണ് ഇതിന്റെ പുറകിലുള്ള മോട്ടീവ്? ഇതും കൂടാതെ മറ്റേതെങ്കിലും ഓപ്പറേഷൻ ഇവർ പ്ലാൻ ചെയ്തിരുന്നോ? അവരെ നീതിന്യായ പ്രക്രിയയുടെ മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമല്ലേ കൃത്യമായി മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ കഴിയൂ. അപ്പോൾ ഇതെല്ലാം ഞങ്ങളങ്ങ് പ്രഖ്യാപിക്കും, നിങ്ങൾ അങ്ങ് അനുസരിച്ചു കൊള്ളുക. ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ നിങ്ങളെല്ലാം രാജ്യദ്രോഹി എന്ന രൂപത്തിലേക്ക് ചിത്രീകരിക്കാൻ ശ്രമിച്ച് കുറെ ചരിത്രവും പറഞ്ഞ് ആക്രമിക്കാൻ നോക്കിയാൽ അതൊന്നും നിലനിൽക്കുന്ന സാഹചര്യമല്ല. ചോദ്യത്തിന് മറുപടി പറയണം. അടുക്ക ശങ്കുട്ടിദാസ്, ആ ചോദ്യം നേരിട്ടുള്ളതാണ്. നമ്മൾ മുന്നേറുകയാണ് എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. ആ ഘട്ടത്തിൽ പാകിസ്ഥാൻ പിന്നോട്ട് പോകുന്നു. സിന്ധു നദീജല കരാർ നമ്മൾ നിർത്തലാക്കുന്നു, സ്തംഭിപ്പിക്കുന്നവർക്ക് കുടിക്കാൻ വെള്ളമില്ല, അല്ലെങ്കിൽ നമ്മൾ വെള്ളം തുറന്നു വിട്ടാൽ പ്രളയം, സർവ്വതും നശിക്കുന്ന ഒരു രാജ്യം. എന്തിനാണ് നമ്മൾ വെടിനിർത്തൽ അംഗീകരിച്ചത്? ശ്രീ ജിൻഡോ ജോൺ അദ്ദേഹത്തിന്റെ ഊഴം തുടങ്ങിയ സമയത്ത് പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞത് വിവരമില്ലാത്തവർക്ക് എന്തും പറയാലോ എന്നുള്ളതാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയെങ്കിലും അദ്ദേഹത്തിന്റെ ഊഴം കഴിഞ്ഞപ്പോൾ അത് വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു. നിങ്ങളൊരു മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നത് പാകിസ്ഥാനുമായിട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ് വാർ നടത്താനുള്ള തീരുമാനത്തോട് കൂടിയിട്ടല്ല, പഹൽഗാം അറ്റാക്കിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത്. അല്ലാണ്ട് പാകിസ്ഥാനുമായിട്ട് മുഴുനീള യുദ്ധം നടത്താനുള്ള താല്പര്യം ഇന്ത്യക്കില്ല. അത് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ആർമി ബ്രീഫിംഗിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വി ഡു നോട്ട് ഇന്റൻഡ് എസ്കലേഷൻ. പാകിസ്ഥാൻ അത് മനസ്സിലാക്കണം. ഞങ്ങൾ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സ് അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ തീവ്രവാദ ക്യാമ്പുകൾ മാത്രമേ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളത്. നമ്മൾ ആദ്യഘട്ടത്തിൽ എന്താ ചെയ്തത്? പാകിസ്ഥാനിലെ 18 ഭീകര ക്യാമ്പുകളിൽ ഐഡന്റിഫൈ ചെയ്ത് അതിൽ ഇന്ത്യയിൽ 2000 മുതൽ 2025 വരെ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളിൽ നമ്മൾ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, നമ്മൾ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ ആക്രമണം അവസാനിപ്പിക്കലല്ല, അത് ഒരു വെടിനിർത്തലാണ്. അത് അങ്ങോട്ടും ഉണ്ടായിട്ടില്ല, പിന്നീട് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടോ പിന്നീട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഒറ്റ ദിവസം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഇടയ്ക്ക് ഒരു പ്രകോപനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം കൈവരിച്ച് നമ്മൾ നിർത്തിയതല്ല, അവിടെ കൃത്യമായി രണ്ടുപേരും തമ്മിലൊരു ധാരണയുണ്ടാകുന്നുണ്ട്. അതിനു മുൻപ് ഒരു നിമിഷം പോലും നമ്മളുടെ പ്രതികാരം പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടുമില്ലല്ലോ. ഇന്ത്യയുടെ ആദ്യത്തെ ദിവസം പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് മുറീദ് ഖാൻ, മുസാഫർബാദ് ഉൾപ്പെടെയുള്ള, അതായത് ജെയ്ഷ് ഇ മുഹമ്മദ് അടിയും ലഷ്കർ ഇ തോയ്ബയുടെയും ആസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള 9 ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് ഈ ടെറർ ലോഞ്ച് പാഡുകൾ നശിപ്പിക്കുന്നതോടുകൂടി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിലെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താ? ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു, ഇനി പാകിസ്ഥാൻ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ നിങ്ങളുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിൽ ആക്രമിച്ചിട്ടില്ല, നിങ്ങൾ സൈനികമായിട്ടുള്ള തിരിച്ചടിക്ക് മുതലെടുത്ത്. അത് കേൾക്കാതെ പാകിസ്ഥാൻ സൈനികാക്രമണം നടത്തിയപ്പോഴാണ് നമ്മൾ അതേ പ്രൊപ്പോഷണൽ ആയിട്ടുള്ള തിരിച്ചടി നടത്തിയത്. പ്രൊപ്പോഷണൽ, നോൺ എസ്കലേറ്ററി ആൻഡ് റെസ്ട്രിക്റ്റഡ് എന്നാണ് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞത്. അതായത് ആനുപാതികമായ, നിയന്ത്രിതമായ, കൃത്യമായിട്ടുള്ള തിരിച്ചടിയാണ് നമ്മൾ നടത്തിയത്. അതിനുശേഷം പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു, നമ്മൾ മാന്യമായ തിരിച്ചടി കൊടുത്തു. പാകിസ്ഥാന്റെ DGMO കരഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നു. പാകിസ്ഥാന്റെ DGMO ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾ ഇനി ഒരു എസ്കലേഷന് തയ്യാറാവുന്നില്ല, നിങ്ങൾ ദയവായിട്ട് ഞങ്ങൾക്കെതിരെയുള്ള എയർ സ്ട്രൈക്ക് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇന്ത്യക്ക് യുദ്ധം നടത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നമ്മൾ സമാധാനത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് അൺവേവറിംഗ് ആണ്. നമ്മൾ ഭീകരതയ്ക്ക് മറുപടി കൊടുക്കണം എന്നുള്ള ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. ആ ഭീകരതയ്ക്കുള്ള മറുപടി പാകിസ്ഥാന്റെ സൈനികമായ മറുപടിയായിട്ട് അവർ എടുക്കുകയും അതിന് സൈനികമായിട്ടുള്ള പ്രതികരണം നടത്തുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് അവരുടെ സൈനിക എസ്റ്റാബ്ലിഷ്മെന്റുകൾ ആക്രമിക്കേണ്ടി വന്നത്. ആ ആക്രമണവും നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റുകൾ ഫുൾഫിൽ ചെയ്തു. പാകിസ്ഥാന്റെ 11 എയർബേസുകളിൽ 9 എയർബേസുകളും നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബ്ലഫിനെ നമ്മൾ തുറന്നു കാണിച്ചു. പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ കേപ്പബിൾ നേഷനാണ്, അവരോട് യുദ്ധം ചെയ്യാൻ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല എന്നുള്ള അവരുടെ ന്യൂക്ലിയർ ബ്ലഫിനെ നമ്മൾ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചു. നമ്മൾ നമ്മുടെ സൈന്യത്തിന്റെ ആത്മനിർഭരത എന്താണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ സ്ട്രാറ്റജിക്കലി, മിലിറ്ററിലി ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം 100% ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണത്. പിന്നീട് അതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് യുദ്ധം വേണ്ട, ഞങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ള മിലിറ്ററി എസ്കലേഷൻ ഞങ്ങളായിട്ട് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് നമ്മൾ പിൻവലിച്ചത്. നിലവിൽ വന്നതിന് ശേഷവും പ്രകോപനം ഉണ്ടായിട്ടുണ്ടല്ലോ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന്. വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷം, ശരിയാണ്, വെടിനിർത്തലിന് ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായി. ഇനി ഏത് പ്രകോപനം ഉണ്ടായാലും അത് യുദ്ധപ്രഖ്യാപനമാണെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചതിന് ശേഷവും പ്രകോപനം ഉണ്ടായി. അതിനെ പറ്റിയിട്ടെല്ലാം നമ്മുടെ സ്ട്രാറ്റജിക് വിദഗ്ധന്മാരായിട്ടുള്ള സൈനിക മേധാവികൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ടോപ്പ് ലെവലിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പെർക്കുലേറ്റ് ചെയ്ത് താഴെത്തട്ടിൽ എത്തി അത് ആക്ച്വലൈസ് ചെയ്യണമെങ്കിൽ ചില മണിക്കൂറുകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഉച്ചയ്ക്ക് 3 മണിക്കാണ് DGMO പാകിസ്ഥാൻ ഇന്ത്യയുടെ DGMOയുമായി ബന്ധപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ അവരുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നില്ല, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം 5 മണിക്ക് അവർ വീണ്ടും സംസാരിച്ചു. നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്
തീരുമാനം ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ 5 മണി തൊട്ട്, അതായത് ലാസ്റ്റ് സ്ട്രൈക്ക് ഇന്ത്യ നടത്തും എന്ന ധാരണയുടെ മുകളിൽ നമ്മൾ ഇതാക്കി. അതിനുശേഷം വളരെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിർത്തികളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മുകളിലത്തെ തീരുമാനം താഴേക്ക് എത്താനുള്ള ഒരു സമയത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു കാരണം മാത്രമാണ്. അതൊരു വെടിനിർത്തലൊക്കെ അതിർത്തിയിൽ ചെന്ന് ചെവിയിൽ പറഞ്ഞു കൊടുത്താലേ അറിയാൻ കഴിയുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഒന്നാമത്തെ കാര്യം, വെടിനിർത്തൽ എവിടെ ഉണ്ടായിട്ടുള്ളത്? യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സീസ് ഫയർ ഉള്ളൂ. അവിടെ നടത്തിയത് എന്താണ്? നമ്മൾ ടെർമിനേഷൻ ഓഫ് ഓപ്പറേഷനാണ് നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഭീകര ക്യാമ്പുകൾക്കെതിരെ മാത്രമായിട്ടാണ്. ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല പാകിസ്ഥാനെതിരെ നമ്മൾ യുദ്ധം നടത്തുകയാണ്, നമ്മൾ ഇതിന് സൈനികമായിട്ടുള്ള മറുപടി കൊടുക്കാൻ പോവാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. അതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറാക്കി മാറ്റുക എന്നുള്ളത് ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ താല്പര്യമായിരുന്നില്ല. ആദ്യ ദിവസം മുതൽ ആർമി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ബ്രീഫിംഗിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിർത്തി കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇങ്ങോട്ടുള്ള ആക്രമണവും അതിൽ പ്രതിരോധവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറച്ചു വെച്ചൊന്നും സംസാരിക്കാൻ കഴിയില്ല. ഡോക്ടർ ജിൻഡോ ജോൺ, ഇതിപ്പോ പുൽവാമ, ഉറി, പത്താൻകോട്ട് അറ്റാക്കുകൾ ഉണ്ടാകുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതിനുണ്ടായിരുന്ന തിരിച്ചടികൾ, സർജിക്കൽ സ്ട്രൈക്ക്, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം പിന്നീട് ഈ പഹൽഗാം അറ്റാക്ക്, അതും പഹൽഗാമിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ കൂടി, സിവിലിയൻസിന് നേരെ കൂടി ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ 11 വർഷക്കാലം ഈ ഓരോ സെന്റൻസ് കഴിയുമ്പോഴും ആണോ ഫുൾ സ്റ്റോപ്പ്? അല്ല, നമ്മൾ അത് മോദി പറഞ്ഞ കറക്റ്റാണ്. നമ്മളൊരു പാരഗ്രാഫ് എഴുതുമ്പോൾ ഓരോ സെൻറ്റൻസ് കഴിയുമ്പോഴും ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ മോദി ഭരിക്കുമ്പോൾ ഓരോ വാക്ക് കഴിയുമ്പോഴും ഫുൾ സ്റ്റോപ്പ് ഇടുക. അതുകൊണ്ടാണ് പുൽവാമയിൽ 1042 പട്ടാളക്കാർ തെരുവിൽ പൊട്ടിച്ചിന്നി ചിതറിപ്പോയതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരുന്നത്. ആ സെക്യൂരിറ്റി ഫെയിലറിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തില്ല. അല്ലെങ്കിൽ പത്താൻകോട്ട് ആക്രമണത്തിൻ്റെ ഫെയിലർ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തില്ല. അല്ല, ഒരു കാര്യം കൂടി പറയട്ടെ ശംഖു, താങ്കൾ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ. ഒരു കാര്യം പറയട്ടെ, താങ്കൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ ഓപ്പറേഷൻ സിന്ദൂർ മെഷേർഡ് ആയിട്ട് നടത്തിയ ഓപ്പറേഷനാണ്, ഞങ്ങൾ അങ്ങ് നിർത്തിയെന്ന്. എന്തിനാ നിർത്തിയേ? നമ്മുടെ 26 ഇന്ത്യൻ സിവിലിയൻസിനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു വന്ന തീവ്രവാദികളെ കിട്ടിയോ? അവരെ അന്വേഷിക്കാൻ പോയിട്ടല്ലേ ആ വെടിവെപ്പ് മുഴുവൻ നടത്തിയത്. അപ്പോൾ എപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത്? അത് ട്രംപ് പറഞ്ഞിട്ടാണോ നിർത്തിയത്? ആദ്യം ട്രംപ് പറഞ്ഞിട്ടാണോ നിർത്തിയത്? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, അല്ലാതെ വല്ല കഥാപ്രസംഗം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാന് മെസ്സേജ് അയച്ചു അത്രേ, ഞങ്ങൾ നിങ്ങളുടെ ഇന്ന സ്ഥലങ്ങൾ വെടിവെക്കും, ഇന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ അക്രമം നടത്തും, നിങ്ങളെ അവിടുത്തെ തീവ്രവാദികളൊക്കെ മാറ്റിക്കോ. സംസാരിച്ചില്ല. ഇത് അങ്ങയുടെ തന്നെ ചർച്ചാ രീതിയുമല്ല. സമയം പൂർണ്ണമായി തീരുകയാണെന്ന് അറിയുമ്പോൾ അങ്ങ് പ്രാവർത്തികമാക്കുന്ന രീതിയാണ്, അത് അഭിലഷണീയമല്ല. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലേക്ക് മെസ്സേജ് അയക്കുകയാണ്, ഇന്ന സ്ഥലങ്ങളിലേക്ക്. മര്യാദയില്ലാത്തവന്മാരാണ് ബിജെപിക്കാര്. അത് ഇയാളുടെ സംസാരം കേട്ടറിയാമല്ലേ? അവിടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വെടി നിർത്തിയിട്ടും ബിജെപിക്കാരുടെ വെടി ഇതുവരെ നിർത്തൽ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ കള്ളങ്ങളും എന്തായാലും ഇത്രയും നാളുകൾക്ക് ശേഷം പാർലമെന്റിലേക്ക് ഈ വിഷയം വന്നപ്പോൾ അത് കടുത്ത രാഷ്ട്രീയ പോരിലേക്ക് കൂടി കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, അതിനു മുൻപ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ, ഇനി മറ്റ് ദിവസങ്ങളിലടക്കം പൊതുവേദികളിലടക്കം വരുന്ന വാർത്തകൾ, വിശകലനങ്ങൾ, വിമർശനങ്ങൾ എല്ലാം നമ്മൾ കാണാനുമിരിക്കുകയാണ്. ഇന്ന് പ്രധാനമന്ത്രിയുടെ സംസാരം നീണ്ടുപോയത് കൊണ്ടാണ് നമുക്ക് അരമണിക്കൂറിലേക്ക് ചർച്ച ചുരുക്കേണ്ടി വന്നത്. പക്ഷേ തീപാറുന്ന വിഷയമാണ് എന്നുള്ളത് പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.